ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 8 റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ, പേജ് നമ്പർ 122, പാർട്ട് 5. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് കോഷ്യൻസ്. താഴെ തന്നിട്ടുള്ളവയുടെ ഹരണഫലങ്ങൾ കണക്കാക്കുക. അതിലാദ്യം 512 ഡിവിഷൻ 64. അപ്പോൾ നമുക്ക് 512ൻ്റെയും 64ൻ്റെയും ഫാക്ടറൈസേഷൻ എഴുതണം. അപ്പോൾ ആദ്യം 512, അപ്പോൾ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എഴുതുക. എത്ര ടൈമാണ്? 256. അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 128. വീണ്ടും അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 64. 64നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32. 32നെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇനി അടുത്തത് 64നെ ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതണം. അത് നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്, കണ്ടില്ലേ? ഇതിൽ തന്നെ ഉണ്ട്, പക്ഷേ ഞാൻ വീണ്ടും ഇത് ചെയ്തിട്ടുണ്ട്. നോക്കൂ, 64നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 32. 32നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8. 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2. ഇനി നമുക്ക് അതെടുത്ത് എഴുതാം. 512 ഈക്വൽ, അത് എത്ര 2 ഉണ്ട്? 9 ടൈംസ് 2 എഴുതണം അല്ലേ? അപ്പോൾ 2 ഇൻറ്റു 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 2, അങ്ങനെ 9 ടൈംസ് എഴുതുക. ഈക്വൽ, ഇതിൽ ഒരു 2 എഴുതുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എത്രയാണ്? വെറും 2 എഴുതിയാലും അതിൻ്റെ മുകളിൽ പവർ 1 ആണ്. അപ്പോൾ ആ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 എന്ന് കിട്ടും. 2⁻9. ഇനി അടുത്തത് 64 ഈക്വൽ, അതും നമ്മൾ ഈ ഫാക്ടറൈസേഷൻ ചെയ്തത് എടുത്തെഴുതാം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2, അങ്ങനെ 6 ടൈംസ് എഴുതുക. ഈക്വൽ, ഒരു 2 ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലുള്ള 1 ആഡ് ചെയ്യുമ്പോൾ, പവർ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. 2⁻6. ഇനി ക്വസ്റ്റ്യൻ വീണ്ടും എടുത്തെഴുതാം. 512 ഡിവിഷൻ 64 ഈക്വൽ, ഇതിന് നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. 512 ഡിവൈഡഡ് ബൈ 64 ഈക്വൽ, 512നെ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എങ്ങനെയാണ് എഴുതിയത്? 2⁻9 ഡിവൈഡഡ് ബൈ, താഴെ 64 ഒക്കെ എത്രയാണ്? 2⁻6 ഈക്വൽ. അപ്പോൾ ഇവിടെ ഡിവിഷനാണ് വന്നിരിക്കുന്നത്. 2⁻9 ഡിവൈഡഡ് ബൈ 2⁻6. അപ്പോൾ ഡിവിഷൻ വന്നാൽ നമ്മൾ പവേഴ്സിന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. നമ്മൾ ആ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്, x⁻m ഡിവൈഡഡ് ബൈ x⁻n ഈക്വൽ എങ്ങനെയാണ് എഴുതേണ്ടത്? x⁻m മൈനസ് n. അപ്പോൾ ഡിവിഷൻ വന്നാൽ പവേഴ്സിനെ മൈനസ് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷനിൽ പവേഴ്സിനെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മുകളിലും താഴെയും 2 ആണ് അല്ലേ? അപ്പോൾ ഒരു 2 എഴുതുക. 9ഉം 6ഉം ആണ് ഇവിടെ പവേഴ്സ്, അത് മൈനസ് ചെയ്യണം. 2⁻9 മൈനസ് 6 ഈക്വൽ 2⁻9ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്? 3. അപ്പോൾ 2⁻3. അതിൻ്റെ അർത്ഥം എന്താണ്? 2വിനെ 3 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 8 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3125 ഡിവിഷൻ 125. ഇതിൽ 3125ൻ്റെയും 125ൻ്റെയും ഫാക്ടറൈസേഷൻ കാണണം. അപ്പോൾ 3125 5 ടൈംസ് പോകും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ്? 625. അതിനെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125. അത് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. വീണ്ടും അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അതുപോലെ 125 അതിൽ തന്നെയുണ്ട്, എന്നാലും ഞാൻ വീണ്ടും എടുത്ത് എഴുതിയിട്ടുണ്ട്. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി നമുക്ക് എടുത്തെഴുതാം. 3125 ഈക്വൽ 5 എത്ര പ്രാവശ്യം എഴുതണം? 5 ടൈംസ് അല്ലേ? 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഈക്വൽ 5 എഴുതുക. 5ൻ്റെ മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5. അപ്പോൾ 5⁻5 ഈക്വൽ, അതാണ് ആൻസർ. അടുത്ത 125 ഈക്വൽ 5നെ 3 ടൈംസ് എഴുതണം. 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഈക്വൽ 5⁻3. ഇനി ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. 3125 ഡിവിഷൻ 125.
ഈക്വൽ അത് ഫ്രാക്ഷനായിട്ട് എഴുതാം 3125 ഡിവൈഡഡ് ബൈ 125 ഈക്വൽ മുകളിൽ എത്രയാണ് 3125ൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് നമ്മൾ എങ്ങനെ എഴുതിയ 5/5 ഡിവൈഡഡ് ബൈ താഴെ 125ൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവർ 5/3. അപ്പോൾ ഈ ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യണം, പവേഴ്സ് മൈനസ് ചെയ്യണം. ഈക്വൽ 5/, പവേഴ്സ് എങ്ങനെയാണ് മൈനസ് ചെയ്യുന്നത്, ഒരിടത്ത് 5 ആണ്, താഴെ 3 ആണ്. അപ്പോൾ 5 - 3 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 2 കിട്ടും. അപ്പോൾ 5/2, അതായത് 5 × 5 ആണ്. 5 × 5 എത്രയാണ്, 25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 243 ഡിവിഷൻ 27. അപ്പോൾ ഇത് നമുക്ക് ഫാക്ടറൈസേഷൻ എഴുതാം. 243യുടെ ഫാക്ടറൈസേഷൻ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 81. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 27. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അതുപോലെ 27 അതിൽ തന്നെ ഉണ്ട്, എന്നാലും നമുക്ക് എടുത്തെഴുതാം. 27നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9. 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അത് എടുത്തെഴുതാം. 243 ഈക്വൽ 3 എത്ര പ്രാവശ്യമാണ്, 5 ടൈംസ് എഴുതണം. 3 × 3 × 3 × 3 × 3 ഈക്വൽ 3/5. മുകളിലുള്ള പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5. അതുപോലെ 27 ഈക്വൽ 3 × 3 × 3 ഈക്വൽ 3/3. ഇനി ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. 243 ഡിവിഷൻ 27 ഈക്വൽ അത് ഫ്രാക്ഷനായിട്ട് എഴുതുമ്പോൾ 243 ഡിവൈഡഡ് ബൈ 27. ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് എഴുതാം. ഈക്വൽ 243 എത്രയാണ്, 3/5 ഡിവൈഡഡ് ബൈ 27 3/3 ഈക്വൽ ഒരു 3 എഴുതുക. എന്നിട്ട് പവേഴ്സിന് എന്ത് ചെയ്യാം, നമുക്ക് മൈനസ് ചെയ്യാം. 5 - 3 ഈക്വൽ 3/2. 5ൽ നിന്നും 3 മൈനസ് ചെയ്യുമ്പോൾ 2 ആണ്, അതായത് 3² അല്ലേ. 3² ആൻസർ എത്രയാണ്, 3 × 3 9 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 1125 ഡിവിഷൻ 45. അപ്പോൾ ഇത് ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതാം. 1125നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 375. അതിനെ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25. 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ്, 5. അതുപോലെ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഇനി നമുക്കത് എടുത്തെഴുതാം. 1125 ഈക്വൽ 3 × 3 × 5 × 5 × 5 ഈക്വൽ ഇവിടെ 3 2 ടൈംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3/2 ഇൻറ്റു 5 എത്ര ടൈംസ് ആണ് വന്നിരിക്കുന്നത്, 3 ടൈംസ് ആണ് അല്ലേ. അപ്പോൾ 5/3 3² ഇൻറ്റു 5/3. അതുപോലെ 45 ഈക്വൽ 3 × 3 × 5. ഇവിടെ 3 2 ടൈംസ് ആണ്, അപ്പോൾ 3² ഇൻറ്റു 5 ഒരു ടൈമാണ്, 5. 3² ഇൻറ്റു 5. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. 1125 ഡിവിഷൻ 45 ഈക്വൽ അതിനെ ഫ്രാക്ഷനാക്കി എഴുതുമ്പോൾ 1125 ഡിവൈഡഡ് ബൈ 45 ഈക്വൽ 1125നെ നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതിയത്, പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ആയിട്ട് എഴുതിയ 3² ഇൻറ്റു 5/3 ഡിവൈഡഡ് ബൈ താഴെ 45 3² ഇൻറ്റു 5. ഇതിൽ മുകളിലും താഴെയും 3² ഉണ്ട്, രണ്ടും സെയിം ആണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും, വെട്ടിപ്പോകും. പിന്നെയുള്ളത് 5/3 ഡിവൈഡഡ് ബൈ 5, അതായത് 5/1 എന്നാണ് അല്ലേ. അപ്പോൾ ഈക്വൽ 5 എഴുതുക, എന്നിട്ട് പവേഴ്സിനെ മൈനസ് ചെയ്യാം. 3 - 1 അതായത് 5/2. അപ്പോൾ 5നെ 2 ടൈംസ് എഴുതുമ്പോൾ എത്ര കിട്ടും, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25. 5² എന്ന് വെച്ചാൽ 25. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ റൈറ്റ് ഹാഫ് ഓഫ് 2/10 ആസ് എ പവർ ഓഫ് 2. 2/10ൻ്റെ പകുതിയെ 2ൻ്റെ കൃതിയായി എഴുതുക. അപ്പോൾ അങ്ങനെയാണ് 2/10 ഡിവിഷൻ 2, അതായത് 2/1 എന്നാണ്. ഈക്വൽ അതിന് നമുക്ക് ഫ്രാക്ഷനായിട്ട് എഴുതാം. 2/10 ഡിവൈഡഡ് ബൈ 2/1 ഈക്വൽ 2 എഴുതിയിട്ട് നമ്മൾ പവേഴ്സിനെ മൈനസ് ചെയ്യാം. 10 - 1, അപ്പോൾ ആൻസർ 2/9. സബ് ക്വസ്റ്റ്യൻ റൈറ്റ് 1/3 ഓഫ് 3/12 ആസ് എ പവർ ഓഫ് 3. 3/12ൻ്റെ 1/3 ഭാഗത്തിനെ 3ൻ്റെ കൃതിയായി എഴുതുക. അപ്പോൾ 3/12 ഇൻറ്റു 1/3, അതായത്
1/3 ഓഫ് 3/12 എന്ന് പറയുമ്പോൾ 3/12നെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനാണ്. അപ്പോൾ 3/12 ഇൻറ്റു 1/3. അപ്പോൾ മുകളിലുള്ള 1ഉം 3/12ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ്? 3/12. താഴെ ഡിവൈഡഡ് ബൈ 3/1. ഇനി നമുക്ക് ഈക്വൽ ഇട്ടിട്ട് 3 എഴുതാം. എന്നിട്ട് പവേഴ്സിനെ മൈനസ് ചെയ്യാം. 12 - 1 ഈക്വൽ 3/11.